السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മക്കയിലേക്ക് പ്രവേശിച്ചു. ഓരോരുത്തർക്കും നിർഭയത്വം പ്രദാനം ചെയ്യുകയാണ്. ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരോടല്ലാതെ യുദ്ധം ചെയ്യില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ആരെയും നോവിക്കരുത്, ഇങ്ങോട്ട് കുഴപ്പത്തിന് വരാത്ത ആരെയും നോവിക്കരുത്, യുദ്ധം ചെയ്യരുത്, രക്തച്ചൊരിച്ചിലുണ്ടാകരുത്, ആക്രമിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബിമാരോടൊക്കെ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും നിർഭയത്വം വാഗ്ദാനം നൽകി. എന്നാൽ കൂട്ടത്തിൽ ചില ആളുകളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാനും ഓർഡർ കൊടുത്തു. അവരത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ, ഇസ്ലാമിനെതിരെ ശക്തമായ നിലക്ക് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അവര് ഹറമിൽ പള്ളി കയറിയാലും ഹറമിൽ കയറിയാലും എവിടുന്നാണെങ്കിലും കഅബമ്മ ഒട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടാലും വിട്ടുകൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നബ്ന ഖത്തൽ മുതഅല്ലിഖുൻ ബി അസ്താരിൽ കഅബ. കഅബയുടെ വിരിയും തൂങ്ങിപ്പിടിച്ച് കഅബന്റെ ചുമരിന്മേൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ട് ഇബ്നു ഖത്തൽ എന്ന് പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ നിൽക്കുന്നുണ്ട്. എന്താ അയാളെ തകരാറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നയാളാണ്. ഇസ്ലാമിനെതിരെ പാട്ടുകളും ഗാനങ്ങളും രചിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെയും ഇസ്ലാമിനെയും ചീത്ത പറയാൻ വേണ്ടി പ്രത്യേകം പാട്ടുകാരികളെ, പെൺകുട്ടികളെ ഏർപ്പാടാക്കിയിട്ട് അവരെ കൊണ്ട് മക്കയിലും പരിസരങ്ങളിലും പ്രവാചകനെ എതിർക്കുന്ന, അവിടുത്തെ ചീത്ത പറയുന്ന, തെറി വിളിക്കുന്ന ഗാനങ്ങൾ ചൊല്ലിച്ചിരുന്നയാളാണ് അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് ഇത് പറഞ്ഞ ഉടനെ പറയാണ്, അയാളുടെ കഅബമ്മ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖ്തുലൂഹു, കൊല്ലവനെ, ഉഖ്തുലൂഹു, കൊന്നുകളയണം, ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും ഇസ്ലാമിന് ശത്രുതയോട് പ്രവർത്തിച്ചിരുന്ന, വളരെയേറെ ശല്യം ചെയ്ത മിഖ്യസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മക്കയിലെ മാർക്കറ്റിൽ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ടു. ബാക്കി പല ആളുകൾക്കും, വധശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുമാപ്പ് നൽകി എന്നാണ് ചരിത്രം പറയുന്നത്. പലരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ, ഞങ്ങളെ ഇസ്ലാം സ്വീകരണം ഇപ്പൊ സ്വീകരിക്കൂല എന്നല്ല പറഞ്ഞത്. ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ഏത് ശത്രുവിനെയും മാപ്പ് കൊടുത്തു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ആ വധത്തിൽ, യുദ്ധത്തിൽ ഏറെ പ്രവർത്തിച്ച ഹിന്ദ്, അബൂസുഫിയാന്റെ ഭാര്യ ഹിന്ദ് മുസ്ലിമാകാൻ തയ്യാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തു. വഹ്ശിക്ക് മാപ്പ് കൊടുത്തു.
അതേ ഹംസ റളിയല്ലാഹു അൻഹുവിനെതിരെ കുന്തമെറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തിയ, നബി തങ്ങളുടെ മനസ്സിൽ ഏറെ മുറിവുണ്ടാക്കിയ, വധം നടത്തിയ വഹ്ശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തു. അങ്ങനെ പലർക്കും മാപ്പ് കൊടുത്തു. തീരെ ഇസ്ലാം സ്വീകരിക്കാതെ പിന്നെയും വിട്ടുനിന്ന അധികാരികളെ മാത്രമേ ഇവിടുന്ന് കൊന്നുള്ളൂ. വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ കൊലപാതകം നടത്തേണ്ടി വന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചടക്കിയതിന്റെ അഹങ്കാരവും കാണിച്ചില്ല. എല്ലാവരോടും പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നാട്ടിൽ അക്രമം ചെയ്തില്ല, കൊലപാതകങ്ങൾ നടത്തിയില്ല, കൊള്ള നടത്തിയില്ല. പല നേതാക്കന്മാരും ഒരു രാജ്യം ജയിച്ചടക്കുമ്പോ അവിടെ മുഴുവൻ കുട്ടിച്ചോറാക്കിയിട്ടല്ലേ പോകാറുള്ളത്. രക്തച്ചൊരിച്ചിലുകളുടെ അല്ലാതെ ഒരു നാട്ടിലേക്ക് പ്രവേശിക്കാറുണ്ടോ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകൻ, എന്തും ചെയ്യാനുള്ള അധികാരവും ശേഷിയും തന്റെ കയ്യിൽ വന്ന ദിവസം അതേ തന്നെ പുറത്താക്കിയ നാട്ടുകാര് നിൽക്കുന്നുണ്ട് മുമ്പിൽ, അക്രമം കാണിച്ചവര് നിൽക്കുന്നുണ്ട് മുമ്പിൽ, പലരും നിൽക്കുന്നുണ്ട് മുമ്പിൽ. ആരോടും ആ നിലക്കുള്ള പകയില്ലാതെ എല്ലാവർക്കും അതാ പൊതുമാപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടി തയ്യാറ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഒരു ഖുബ്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം വിശ്രമിച്ചു. പിന്നെ അവിടുത്തെ വാഹനപ്പുറത്ത് കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നു. 7 തവണ കഅബ തവാഫ് ചെയ്യുകയാണ്. ആ കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തലമർ റുക്ന ബിമഹ്ജനിഹി, തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അതേ ഹജറുൽ അസ്വദിനെതിരെ തൊട്ടു വന്നിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വാഹനപ്പുറത്തായിരിക്കുന്നത്. അപ്പൊ തിരക്കാൻ പോയില്ല. ആളുകൾക്കൊരു തിരക്കൊന്നുമില്ലാതെ തവാഫ് ചെയ്യുന്ന ആളുകളെ തിക്കിത്തിരക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നയല്ലാതെ പിൽക്കാലത്ത് വരുന്ന തന്റെ ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി കൂടി തൊടാൻ സാധിച്ചില്ലെങ്കിൽ തിരക്ക് കൂട്ടാൻ പോകരുത്, മറ്റുള്ളവരെ തള്ളരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന ഒരു സന്ദേശം കൂടി പഠിപ്പിച്ചുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് തന്റെ വടി കൊണ്ട് അതുമ്മ തൊട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്കാണ് സുന്നത്ത് പ്രകടിപ്പിച്ചത്. അത് പ്രത്യേകം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വഹൗലൽ ബൈതി 60 و300 നുസുബിൻ, ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും 360ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. 360ഓളം പ്രതിഷ്ഠകൾ തവാഫ് ചെയ്യുന്ന സ്ഥലത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയശ്രീലാളിതനായി കൊണ്ട് മക്കയിൽ കടന്ന് ആദ്യമായി അവിടുന്ന് തവാഫ് ചെയ്യുന്ന വേളയിൽ ഫജഅല യത്അനുഹാ, ഓരോ വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും അവിടുന്ന് ബിഊദിൻ ഫീ യദിഹി, തന്റെ കയ്യിലുള്ള ഒരു മരക്കൊള്ളി കൊണ്ട്, ഒരു മരക്കഷ്ണം കൊണ്ട് ഇങ്ങനെ കുത്തി തള്ളിയിടുന്നു. വയഖൂലു, അവിടുന്ന് ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്, ജാഅൽ ഹഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ, ഹഖ് വന്നിരിക്കുന്നു, അസത്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു, നിശ്ചയമായും അസത്യം തകർന്ന് തരിപ്പണമാകേണ്ടത് തന്നെ. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നുണ്ട്. കയ്യിലുള്ള ഒരു മരക്കമ്പ് കൊണ്ട് തവാഫിന്റെ വേളയിൽ കാണുന്ന വിഗ്രഹങ്ങളെയൊക്കെ കുത്തി തള്ളിയിടുന്നുണ്ട്. അവിടുന്ന് ഈ ആയത്ത് മോദിക്കൊണ്ട് ഓരോ വിഗ്രഹങ്ങളെയും തള്ളിയിടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പരിശുദ്ധ കഅബാലയ തവാഫ് പൂർത്തിയാക്കിയിട്ട് കഅബത്തിന്റെ അകത്തേക്ക് കയറാൻ ഒരുങ്ങുകയാണ്. കഅബത്തിന്റെ അകത്ത് നോക്കുമ്പോ അവിടെയുമുണ്ട് ഇവര് കൊണ്ടുവച്ചിട്ടുള്ള കുറെ വിഗ്രഹങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട്, കള്ള ദൈവങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുന്നു, കടന്ന് മുഴുവനെടുത്ത് പുറത്തേക്കെറിയാൻ. അങ്ങനെ ഫഖറജു സൂറത്ത് ഇബ്രാഹിം വ ഇസ്മാഈൽ അലൈഹിമസ്സലാം, അതേ ആ കൂട്ടത്തിൽ കഅബത്തിന്റെ അകത്ത് ആരൊക്കെ ഇരിപ്പുണ്ട്, ആരുടെയൊക്കെ പ്രതിമകളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ട്. ഫി ഐദീഹിമൽ അസ്ലാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? കഅബ മുഴുവൻ ശുദ്ധീകരിക്കുകയാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മാത്രമല്ല മറിയം ബീവിയുടെയും രൂപത്തിൽ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. മറിയം ബീവിയുടെ രൂപം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ എടുത്ത് തകർത്തെറിഞ്ഞ് പുറത്തേക്കിടാൻ പറഞ്ഞ് എല്ലാം പരിശുദ്ധ കഅബക്കകത്തിന് ഒരു വിഗ്രഹവുമില്ല, ഒരു വിഗ്രഹവുമില്ല, ഒരു വരച്ചിട്ടുള്ള ആ നിലക്കുള്ള മനുഷ്യ ഫോട്ടോകളും ഇനിയില്ല എന്ന നിലക്ക് ശുദ്ധീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കഅബക്കകത്തേക്ക് കയറുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്നു. എല്ലാം ശുദ്ധീകരിച്ച ശേഷം കഅബാലയത്തിന്റെ അകത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. പിന്നീട് പുറത്ത് കിടന്നു.
പുറത്തു കടന്ന് കഅബയുടെ താക്കോല്, അതേ ആദ്യന്മാരുടെ കയ്യിൽ നിന്നാണോ കഅബയുടെ താക്കോല് സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയത്, ആ കുടുംബത്തിൽപ്പെട്ട മെമ്പറായ ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന ആ സഹോദരന്റെ കയ്യിൽ നിന്നാണ് കഅബയുടെ ചാവി വാങ്ങിയത്. അതുകൊണ്ടാണ് തുറക്കാൻ ഓർഡർ കൊടുത്തത്. ആ തുറന്നു കഴിഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചില്ല, ഇനി ചാവി എന്റെ കയ്യിൽ ഇരിക്കട്ടെ, ഇനി താക്കോലിന്റെ സൂക്ഷിപ്പ് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചില്ല. ആരാണോ ഇതുവരെ, ഏത് കുടുംബമാണോ കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിപ്പുകാരെങ്കിൽ ആ അമാനത്ത് അവരിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ കൊടുത്തുകൊണ്ട് അവിടുത്തെ വിശ്വസ്തതയും അവിടുത്തെ സത്യസന്ധതയും ആ ലോകത്തിന്റെ മുമ്പിൽ അവിടുന്ന് അറിയിക്കുന്നു. കഅബാലയത്തിന്റെ ചാവി അത് കൈകാര്യം ചെയ്തിരുന്ന ആളെ തന്നെ നേതാവാണ്ട് ഏൽപ്പിക്കുക. അള്ളാന്റെ റസൂലിന് അത് കയ്യിൽ വെക്കുക. ഇത് നീ തരൂല, അത് ഞാനാ കൈകാര്യം ചെയ്യാന്ന് പറയാ. എല്ലാം അള്ളാന്റെ റസൂലിന്റെ കീഴിലായിട്ടുണ്ട്. പക്ഷെ ചെയ്തില്ല. ആരിൽ നിന്നാണോ തിരികെ വാങ്ങിയത്, ആരിൽ നിന്നാണോ തുറക്കാൻ വേണ്ടി ചാവി വാങ്ങിയത്, ആവശ്യം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തെ തന്നെ ഏൽപ്പിച്ചു. ഇന്നും ആ കുടുംബത്തിൽ തന്നെ പരമ്പരയായിക്കൊണ്ട് താവഴിയായിക്കൊണ്ട് കഅബാലയത്തിന്റെ വലിയ ചാവിയുണ്ട്. ആ ചാവി ഇന്നും അവർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം എന്ത് ചെയ്തു? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തെരയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കാൻ പറയുന്നു. ബിലാലിന്റെ ബാങ്ക് വിളി മക്കയുടെ പരിസരത്ത് പ്രകമ്പനം കൊള്ളുകയാണ്. മുഴുവൻ ആളുകളും ആ ശബ്ദം കേട്ട് തരിച്ചു നിൽക്കുകയാണ്. ബിലാൽ ബാങ്ക് വിളിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു മധുരമുണ്ട്. അതേ, മക്കയുടെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിന്റെ കീഴിൽ തന്റെ ശരീരത്തിൽ കയറ്റിവെച്ച പാറക്കല്ലുകൾക്കടിയിൽ കിടന്നുകൊണ്ട് ചാട്ടവാറിന്റെ അടി കൊണ്ടപ്പോഴും അഹദ് 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 എന്ന് ഉച്ചരിച്ചുകൊണ്ട് മക്കാ മണലാരണ്യത്തിൽ ഒരു കാലത്ത് രോദനം സഹിക്കവയ്യാതെ, ധീരവേദനകൾ സഹിക്കവയ്യാതെ പ്രകമ്പനം കൊള്ളിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അതേ, ആ മണലാരണ്യത്തിൽ കല്ലുകൾക്കടിയിൽ കടന്ന് നിന്യതിനായിക്കൊണ്ട്, അതേ സമൂഹത്തിന്റെ ആട്ടും തുപ്പുമേറ്റുകൊണ്ട് ശിക്ഷയേറ്റു വാങ്ങിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തുള്ള പ്രശസ്തരായ ആളുകളും കുടുംബഗോത്രക്കാരും ഒക്കെ നോക്കി നിൽക്കെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുത്ത വിരൂപനായ ആ നീഗ്രോ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ഉച്ചത്തിൽ ബാങ്കൊലി മുഴക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ആ ബാങ്കൊലി മഹാനവറുകൾ ഇങ്ങനെ മുഴക്കുന്നു. എല്ലാവരുടെയും താഴെ കിടന്ന് അഹദ് അഹദെന്ന് കരഞ്ഞുകൊണ്ട് ഒരു കാലത്ത് ശിക്ഷിക്കപ്പെട്ട് നിലവിളിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു സർവരും നോക്കി നിൽക്കേ, എല്ലാവരുടെയും ചുമലിന്റെ മീതെ എല്ലാവരും ഇനി ബിലാലിനെ മേലോട്ട് നോക്കിയാലേ കാണുകയുള്ളൂ. ആ ഉച്ചത്തിലുള്ളതാ ഉയരത്ത് കയറി നിന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളി മുഴക്കുന്നു. ഇസ്ലാം നൽകിയ ഏറ്റവും വലിയ ഒരു സ്ഥാനമായിരുന്നു അത്. ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായി മക്ക ജയിച്ചടക്കിയിട്ട് മക്കയെ പ്രകമ്പനം കൊള്ളിക്കുന്ന നിലക്ക് തക്ബീർ വിളിക്കാൻ, ബാങ്ക് വിളിക്കാൻ, തഹ്ലീൽ മുഴക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു. 15 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മക്കയിൽ താമസിച്ചു. ധാരാളം ആളുകൾ ഇതിനിടെ പ്രവാചകന്റെ താമസത്തിനിടയ്ക്ക് ഒരുപാട് സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെ പ്രവാചകനെ സമീപിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും മുസ്ലിമീങ്ങളാവുകയാണ്, നബിതങ്ങളോട് ബൈഅത്ത് എടുക്കുകയാണ്. ഞങ്ങളിനി ശിർക്ക് ചെയ്യൂല, ഞങ്ങളിനി വ്യഭിചരിക്കുകയില്ല, ഞങ്ങളിനി മോഷണം നടത്തുകയില്ല, ഞങ്ങളിനി ആരെക്കുറിച്ചും ദുരാരോപണങ്ങൾ പറയുകയില്ല എന്ന രൂപത്തിലുള്ള ഒട്ടേറെ ബൈഅത്തുകളും പ്രതിജ്ഞകളുമൊക്കെ ആളുകൾ ഇങ്ങനെ എടുത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടമായി കടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ചില ശുദ്ധീകരണത്തിന് കൂടി ഓർഡർ കൊടുക്കുകയാണ്. മക്കയിലെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകവും പരിസരങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായില്ല മക്കയുടെ പരിസരങ്ങളിലുള്ള വിഗ്രഹങ്ങൾ കൂടി തച്ചുടക്കപ്പെടേണ്ടതുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നൊരൽപ്പം ദൂരെയുള്ള ബത്വനു നഖ്ലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഖുറൈശികളുടെ പ്രധാന വിഗ്രഹമായ ഉസ്സ, ആ ഉസ്സയെ തകർക്കാൻ വേണ്ടി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പറഞ്ഞേക്കുന്നു. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹു സംഘവും പോയിട്ട് ബത്വനു നഖ്ലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വലിയ വിഗ്രഹമുണ്ട് ഉസ്സ, ആ ഉസ്സനെ തകിട് പൊടിയാക്കി തകർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഉസ്സയുടെ പണി കഴിച്ചു, അത് തകർത്തിരിക്കുന്നു.
മക്കയിൽ നിന്ന് 3 മൈൽ ദൂരെയുള്ള ഹുദൈൽ എന്ന് പറയുന്ന ഹുദൈലുകാരാരാധിച്ചു കൊണ്ടിരുന്ന അവരുടെ വിഗ്രഹമുണ്ട്, സുവാഴ്. നബി ഇസ്ലാമിന്റെ കാലത്തുള്ള ആളുകളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ ആളുകളാ. ആ കൂട്ടത്തിലെ സുവാഴ് അന്നും മക്കയിൽ ആരാധിക്കപ്പെടുന്നുണ്ട്. ആ സുവാഴിനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോയിട്ട് സുവാഴ് എന്ന് പറയുന്ന വിഗ്രഹത്തെ മുറിച്ചിട്ടു, തകർത്തു. കെൽബ് ഖുസാഅ ഗോത്രങ്ങളുടെ വിഗ്രഹമായ മനാത്ത, ആ മനാത്തെ സഅദ് ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പറഞ്ഞയച്ചു, അതും തകർത്തു. ഖുർആൻ പറഞ്ഞ ഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സാ വമനാത്ത സാലിസത്തുൽ ഉഖറാ, ആ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന വൻകിട വിഗ്രഹങ്ങളെ മുഴുവനും ശക്തമായി തന്നെ അതാ മുസ്ലിം സൈന്യം കൊണ്ടുപോയി തകർക്കുകയാണ്. അതേ ഇസ്ലാമിന് അധികാരവും ആധിപത്യവും ഉള്ളയിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വസിയത്താണത്. ഒരു വിഗ്രഹത്തെയും തകർക്കപ്പെടാതെ വിടരുത്. അതിന് സമാനമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതേ പൊങ്ങി നിൽക്കുന്ന ഉയർത്തപ്പെട്ട ഖബറുകളെയും നിരപ്പാക്കാതെ വിടരുത്. വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൂടെ തന്നെ കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളുടെ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഒന്ന് നിർത്തിയിട്ട വിഗ്രഹമാണെങ്കിൽ മറ്റൊന്ന് കിടത്തിയിട്ട വിഗ്രഹമാകുന്നു. രണ്ടും പൂജിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ മക്കയും പരിസരങ്ങളുമൊക്കെ ശുദ്ധീകരണ പ്രക്രിയ നടന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സൂറത്തുൻ നസ്ർ അവതരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും അവനിൽ നിന്നുള്ള വിജയവും വന്നു കിട്ടിയാൽ, നബിയെ ജനങ്ങളെ നിങ്ങൾ കാണുമാറാവുകയും ചെയ്താൽ, യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ മതത്തിൽ അവരിങ്ങനെ പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, അഫ്വാജാ, സംഘം സംഘമായി കൂട്ടം കൂട്ടമായി ഇങ്ങനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതും പ്രവഹിക്കുന്നതും അങ്ങനെ നിങ്ങൾക്ക് വിജയം കിട്ടുന്നതും അല്ലാഹുവിന്റെ സഹായവും നബിയെ നിങ്ങൾ കാണുമ്പോൾ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ, താങ്കളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ വാഴ്ത്തണം. താങ്കളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം വാഴ്ത്തണം. വസ്തഗ്ഫിറുഹു, അവനോട് പാപമോചനത്തിന് അർത്ഥിക്കണം. ഇന്നഹു കാന തവ്വാബാ, അവനേറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിപ്പിക്കുന്നു, നബി തങ്ങൾക്ക് അഹങ്കാരമില്ല. ജയിച്ചടക്കിയവർ ജേതാവാണെന്ന അഹങ്കാരമില്ല. ജയിച്ചടക്കിയ നേതാവാണെന്ന താൻ പോരിമയില്ല. അള്ളയതാ എന്നിട്ടും നബി തങ്ങളോട് പറയുകയാണ്, ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് കാണുമ്പോഴും നിർത്താനായി എന്ന് തോന്നരുത്. താങ്കളുടെ റബ്ബിനെ സ്തുതിച്ചോളണം, വാഴ്ത്തിക്കോളണം, പാപമോചനത്തിന് അർത്ഥിച്ചോളണം. ഈ ആയത്ത്, ഈ സൂറത്തിങ് അവതരിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലീ ധാരാളം സമയം അവിടുന്ന് പറയാറുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അവതരിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറഞ്ഞിരുന്ന പ്രവാചകൻ, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറഞ്ഞിരുന്ന പ്രവാചകൻ, ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം പിന്നെ അധിക സന്ദർഭങ്ങളിലും സുജൂദിലും റുകൂഇലുമൊക്കെ സുബ്ഹാനകല്ലാഹുമ്മ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ മഹാപരിശുദ്ധൻ, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, വബിഹംദിക നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ നിന്നെ വാഴ്ത്തുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലീ അല്ലാഹുവേ നീ എന്നോട് പൊറുക്കേണമേ. ആയത്തിൽ പറഞ്ഞ അതേ കാര്യം, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ വാഴ്ത്തണം. അപ്പൊ നബി തങ്ങൾ പറയുന്നു, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക,
പിന്നെ പറയുന്നു വസ്തഗ്ഫിറുഹു എന്നല്ലേ അള്ളാന്റെ കൽപ്പന. റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കണം. ചേർത്തുകൊണ്ട് റസൂലുള്ള പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ ഗ്ഫിർലി. അപ്പൊ സുജൂദിലും റുകൂഇലുമൊക്കെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന ദിക്ർ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. റുകൂഇൽ നമുക്ക് സുബ്ഹാൻ റബ്ബിയൽ അദീം എന്നും പറയാം, ഇതും പറയാം, ഇതൊക്കെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൽപ്പന കിട്ടിയപ്പോൾ പിന്നെ പ്രവാചകൻ അതന്നെയാണ് പറഞ്ഞിരുന്നത്. ഈ ആയത്ത് അവതരിച്ച് പിന്നെ അധിക കാലം അധിക വർഷമൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവിച്ചിട്ടില്ല എന്നും നമുക്കറിയാം. ആ നിലക്ക് മക്കാ വിജയം ഇസ്ലാമികമായി ഏറ്റവും വലിയ ഒരു വിജയവും അതേ പരിസരങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ കൃത്യമായ സന്ദേശമെത്തുവാൻ നിമിത്തമായി ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ വഴിയൊരുക്കിയത് അന്നത്തെ ഹുദൈബിയ സന്ധിയും കരാറുമാണ്. അന്ന് സഹാബത്തിനൊക്കെ വലിയ വിഷമമുണ്ടായെങ്കിലും ഇതിൻ്റെയൊക്കെ മുന്നോടിയായി ആ ഹുദൈബിയ കരാറ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴാണ് സൂറത്തുൽ ഫത്ഹ് ഇറങ്ങുന്നത്. ആ സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ആ മക്ക ജയിച്ചടക്കുമ്പോൾ മക്കയിലേക്ക് വിനയത്തോടെ പ്രവേശിക്കുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നത് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രോടെ മക്കയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ മക്കാ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ശേഷം ഇതുകൊണ്ടും ചിലരൊന്നും മടങ്ങി നിന്നിട്ടില്ല. വേറെയും ചില നാടുകളിലൊക്കെ ഇസ്ലാമിനോടുള്ള വൈരം ചിലരൊക്കെ നിലനിർത്തിയപ്പോൾ ആ നാടുകളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയോട്ടം നടത്തി വിജയം വരിച്ച പ്രത്യേകമായ ചരിത്രങ്ങൾ വേറെയും നമുക്ക് പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം കൂടുതൽ അറിയും തോറും അവിടുത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ അവൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വിശ്വാസ ആചാര നടപടിക്രമങ്ങളെ പിൻപറ്റുന്ന, അതിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്ന വിനീത മനസ്കരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.